SPC പദ്ധതിക്ക് രൂപം നൽകിയ മുൻ കേരള പോലീസ് IG ആരാണ്? ഉത്തരം P. വിജയൻ IPS. SPC പദ്ധതിയുടെ സംസ്ഥാന തലത്തിലുള്ള ലോഗോയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ചിഹ്നങ്ങൾ ഏവ? ഉത്തരം കേരള പോലീസിൻ്റെ ഔദ്യോഗിക മുദ്ര, പുസ്തകം, കൈകോർത്തു പിടിച്ചിരിക്കുന്ന കേഡറ്റുകളുടെ ചിത്രം. SPC കേഡറ്റുകളുടെ ഔദ്യോഗിക യൂണിഫോമിൻ്റെ നിറം എന്താണ്? ഉത്തരം കാക്കി. കേരള പോലീസിൻ്റെ യൂണിഫോമിന് സമാനമായ കാക്കി ഷർട്ടും പാൻസുമാണ് കേഡറ്റുകൾ ധരിക്കുന്നത്. SPC പദ്ധതി വിജയകരമായി പൂർത്തിയാക്കുന്ന കേഡറ്റുകൾക്ക് നൽകുന്ന സർട്ടിഫിക്കറ്റ് ഒപ്പുവെക്കുന്നത് ആരാണ്? ഉത്തരം സംസ്ഥാന പോലീസ് മേധാവിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടറും സംയുക്തമായാണ് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നത്. സ്കൂളിൽ SPCയുടെ ചുമതലയുള്ള അധ്യാപകരെ വിളിക്കുന്ന പേരെന്താണ്? ഉത്തരം CPO കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ, ACPO അസോസിയേറ്റഡ് കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ. കേഡറ്റുകൾക്ക് പരേഡ് പരിശീലനം നൽകാൻ സ്കൂളിൽ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ അറിയപ്പെടുന്നു? ഉത്തരം DI ഡ്രിൽ ഇൻസ്ട്രക്ടേഴ്സ്. സ്കൂളിലെ SPC യൂണിറ്റിൻ്റെ ദൈനംദിന കാര്യങ്ങൾ നോക്കുന്ന കേഡറ്റ് പ്രതിനിധികൾ ആരൊക്കെയാണ്? ഉത്തരം ഒരു സ്റ്റുഡൻ്റ് ക്യാപ്റ്റൻ ആൺകുട്ടിയും ഒരു സ്റ്റുഡൻ്റ് ക്യാപ്റ്റൻ പെൺകുട്ടിയും. ഇന്ത്യയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിനായി നിലവിലുള്ള ശക്തമായ നിയമം ഏതാണ്? ഉത്തരം പാക്സോ നിയമം, പാക്സോ ആക്ട് 2012. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ഇന്ത്യയിലുള്ള പ്രധാന നിയമം ഏതാണ്? ഉത്തരം IT ആക്ട് 2000, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട്. റോഡ് സുരക്ഷയുടെ ഭാഗമായി സീബ്ര ക്രോസിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം കാൽനട യാത്രക്കാർക്ക് സുരക്ഷിതമായ റോഡ് മുറിച്ചു കടക്കാൻ. സ്കൂൾ പരിസരങ്ങളിൽ വാഹനങ്ങൾ ഓടിക്കേണ്ട പരമാവധി വേഗത എത്രയാണ്? ഉത്തരം മണിക്കൂറിൽ 30 കിലോമീറ്റർ. വഴിയിൽ അപകടത്തിൽപ്പെടുന്നവരെ സഹായിക്കുന്ന രക്ഷകരെ നിയമപരമായ പ്രശ്നങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമം ഏതാണ്? ഉത്തരം ഗുഡ് സമരിറ്റൻ നിയമം. പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങളും വിപണനവും നിയന്ത്രിക്കുന്ന ഇന്ത്യൻ നിയമം ഏതാണ്? ഉത്തരം കോഡ്പ നിയമം 2003. ലഹരി പദാർത്ഥങ്ങളുടെ കടത്തും ഉപയോഗവും തടയുന്നതിനുള്ള ശക്തമായ നിയമം ഏതാണ്? ഉത്തരം NDPS ആക്ട് 1985. കുട്ടികളെ നിർബന്ധിത ജോലിക്ക് നിയോഗിക്കുന്നത് തടയുന്ന നിയമം ഏതാണ്? ഉത്തരം ബാലവേല നിരോധന നിയമം. കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനും സഹായത്തിനുമായി വിളിക്കേണ്ട 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം 1098 ചൈൽഡ് ലൈൻ നമ്പർ. അടിയന്തര ഘട്ടങ്ങളിൽ പോലീസിൻ്റെ സഹായം തേടാൻ വിളിക്കേണ്ട ഏകീകൃത എമർജൻസി നമ്പർ ഏതാണ്? ഉത്തരം 112 ERSS എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. സൈബർ തട്ടിപ്പുകൾക്ക് ഇരയായാൽ ഉടൻ തന്നെ പരാതിപ്പെടേണ്ട ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം 1930. SPCയുടെ ഭാഗമായ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ശുചിത്വ പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം എൻ്റെ ഗ്രാമം വൃത്തിയുള്ള ഗ്രാമം. SPC കേഡറ്റുകൾക്ക് നൽകുന്ന ഇൻഡോർ പരിശീലനങ്ങളിൽ ഉൾപ്പെടുന്ന പ്രധാന വിഷയങ്ങൾ ഏവ? ഉത്തരം നിയമബോധം, റോഡ് സുരക്ഷാ നിയമങ്ങൾ, ലഹരിവിരുദ്ധ ബോധവൽക്കരണം, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ, കമ്മ്യൂണിറ്റി പോലീസിംഗ്.
കേരളത്തിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പദ്ധതി എന്ന് എവിടെയാണ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം 2010 ഓഗസ്റ്റ് 2 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. SPC പദ്ധതിയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം വി ലവ് ആൻഡ് സെർവ്. ഞങ്ങൾ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു.